4-5 ദിവസം കൊണ്ടാണ് നന്ദു എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ആ ഒരു ഷോർട്ട് സ്പാൻ മതി ആ വ്യക്തി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഞാൻ. സ്വാഭാവികമായിട്ടും സായി പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഡിസ്കഷൻ വരുന്ന സംഗതി നന്ദനയുടെ കേസ്. ഓക്കെ, നന്ദനയുടെ കേസിൽ സായി പറഞ്ഞെന്താ, സായിക്ക് മനസ്സിലായി, സായിക്ക് 2-3 ദിവസം കൊണ്ട് ഒരാളെ മനസ്സിലാവുന്നുള്ളൂ. ബെസ്റ്റ് 2-3 ദിവസം കൊണ്ട് ആളെ മനസ്സിലായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം സായിനെ പറഞ്ഞിട്ടുള്ള ഷെഫീനോട് പോയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അവതരിപ്പിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ് സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കേട്ട സമയത്ത് ജഗതി പറഞ്ഞാൽ വിശ്വസിച്ച് അതേ സിനിമയിലെ വിശ്വസിച്ച് ഇത് ഞാൻ വിശ്വസിച്ചു. എന്തിനാണിത്? ഓക്കെ, എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എല്ലാവരെയും പറയുന്നില്ല. പിന്നെ അവർ പറയുന്നത് അവരും കൂടി അറിഞ്ഞിട്ടാണ് അത് ചെയ്തതെന്നുള്ളത്. എന്തിനാ ഒരു വാണിങ്ങിനുള്ള സ്പേസ് ഉണ്ട് നമുക്ക് പറയാം. പക്ഷെ ആ വാണിങ്ങിനുള്ളിൽ സായി ഏകദേശം എല്ലാ കാര്യം പറഞ്ഞു. ബിഗ് ബോസിന് ഒരു വാണിംഗ് തരാം. അവർക്ക് അങ്ങനെ ആ വാണിംഗ് വെച്ചിട്ടില്ലെങ്കിൽ അവരെന്താ ചെയ്യുക? ഡോണ്ട് എവർ ടെൽ എനിത്തിങ് ഹാപ്പൻ ഓൺ ദ സൈഡ്. ന്യായീകരിക്കാൻ ഇയാളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സീരിയസ് ആയിട്ട് ഞാൻ പറയാം. കാരണം എന്താ, Secret agent is a different entity. Sai Krishna is a different person. നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഹാപ്പി സൺഡേ. എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് സീക്രട്ട് ഏജൻറ്റും വൈഫും കൂടി ഒറിജിനൽസിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഓരോ ബിഗ് ബോസ് കണ്ടസ്റ്റൻസും പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കിയിരിക്കുന്ന സംഭവമാണ് അവരുടെ ഇൻ്റർവ്യൂസ്. കാരണം വെച്ചാൽ അവർ അതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുള്ള സംഭവം റിയാലിറ്റിയും പുറത്ത് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഗെയിം സ്ട്രാറ്റജി, ഫേക്കോ വോട്ടെവർ എന്ത് വേണമെങ്കിൽ പറയാം. ഇത് പ്ലസ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവർ പുറത്ത് വന്ന് കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവർ ഒന്ന് പുറത്ത് കൊടുക്കുന്ന പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് ഒരു ക്യൂരിയസ് ആയിട്ട് എന്താ നടക്കുന്നതെന്ന് അറിയാം. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഇഷ്യൂസൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട്, ഒരു കോണ്ടൻറ്റ് ആയതുകൊണ്ട് നമ്മൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഇൻ്റർവ്യൂ ഉണ്ടോ, സായി എന്ത് കാര്യമായിരിക്കാം ഇൻ്റർവ്യൂവിൽ വന്ന് പറയുന്നത്, എന്ത് എക്സ്പ്ലനേഷനാണ് സായി കൊടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, കാരണം വെച്ചാൽ സായിയുടെ കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്, ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബിക്കോസ് ഇന്നലത്തെ എപ്പിസോഡിൽ വരെ സായി ആ പണപ്പെട്ട് എടുത്തിട്ടുള്ള സംഗതിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഡിസ്കഷൻ നടന്നു. ഓക്കെ, അപ്പോൾ 2 ഇൻ്റർവ്യൂസ് കണ്ടു. 2 ഇൻ്റർവ്യൂസിൽ ഞാനിന്ന് റിയാക്ട് ചെയ്യുന്നത് ഈ ഒറിജിനൽസിൻ്റെ ആണ് കേട്ടോ. ഞാൻ ആ ലേഡിയുടെ പേര് മറന്നു, സിമിയോ അങ്ങനെ എന്താ തോന്നുന്നു കേട്ടോ. നല്ല ഇൻ്റർവ്യൂറാണ്. കാരണം വെച്ചാൽ അവർ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അവർ വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കുന്ന പോലെ തോന്നി. ഓക്കെ, വേറെ പൂജയുടെ ഇൻ്റർവ്യൂ ഒന്നും കൂടി ഡിപ്ലോമാറ്റിക് ആയിട്ട് സായിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലോ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു വിഷമിപ്പിക്കാത്ത രീതിയിൽ, ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചോദിക്കാത്ത രീതിയിൽ തോന്നി. ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് റോഹൻ്റെ ഇൻ്റർവ്യൂ ആണ്. അതായത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് തോന്നുന്നു, റോഹൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. ഒന്നും കൂടി വെയിറ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അതിലായിരിക്കാം ഒന്നും കൂടി എക്സ്പോസ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ ഒന്നും കൂടി പ്രേക്ഷകർ ചോദിക്കാൻ വിചാരിച്ച ചോദ്യങ്ങൾ. ഇതിൽ ഈ ഒറിജിനൽ എൻ്റർടൈൻമെൻറ്റ് ഞാൻ റിയാക്ട് ചെയ്യാൻ റീസൺ അതിൽ ഒന്നും കൂടി ഇതേമാതിരി കാര്യങ്ങളൊക്കെ തുറന്ന് ചോദിച്ചോട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂവിലേക്ക് പോവുകയാണ്. സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് ഇത്രയധികം ഹെയ്റ്റോട് കൂടി ഇറങ്ങിയിട്ടുള്ളൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ഉണ്ടോ. എനിക്കൊന്ന് ശോഭയ്ക്ക് പോലും, ശോഭ എന്നല്ല അതിന് മുന്നിലുള്ള പല ആൾക്കാരുടെ കണ്ടസ്റ്റൻസ് നമുക്ക് ഞാൻ പറഞ്ഞ മെജോറിറ്റി ഇഷ്ടപ്പെടാത്ത കണ്ടസ്റ്റൻസ് ആണെങ്കിലും നോക്കുന്ന സമയത്ത് അവർക്കും കുറച്ചൊക്കെ സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഞാൻ കണ്ടത് സായിക്ക് ഐ തിങ്ക് 0 സപ്പോർട്ടേഴ്സ്, അല്ലെങ്കിൽ വെരി ഫ്യൂ. കാരണം കമൻറ്റ് ബോക്സൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ സ്വാഭാവികമായിട്ട് ഇൻ്റർവ്യൂ നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇവർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഇവർ പറഞ്ഞ മറുപടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അടിയിൽ കാണാം. പക്ഷേ ഈ കമൻറ്റ് ബോക്സ് ആണെങ്കിലും കൂടി കംപ്ലീറ്റ് ആയിട്ട് ഹെയ്റ്റ്, കാരണം ഇത്രയധികം ഹെയ്റ്റ് സമ്പാദിക്കാറുള്ള അത് അതിനുള്ളിൽ കാണിച്ചിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ അവർ കാണിച്ചിട്ടുള്ള പുറത്തേക്ക് നമ്മൾ കണ്ടിട്ടുള്ള, അത് അങ്ങനെ വേണമെങ്കിൽ പറയാം, നമ്മൾ പുറത്തേക്ക് കണ്ടിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടാണ്. കാണിച്ചൊന്നും കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല. നമ്മളെന്താണോ അവർ കാണിച്ചു തന്നിട്ടുള്ള ലൈവിലും എപ്പിസോഡിലും അത് പ്രകാരം ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ് ആൾക്കാർ ഇതുപോലെ ഹെയ്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് അതിലേക്ക് കിടക്കാം. അതായത് നമ്മൾ ബിഗ് ബോസിൽ ബേസിക്കലി സായി പോയ സമയത്ത് സായി ഒരു സെൽഫ് ക്ലെൻസിങ് കഴിഞ്ഞ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ അതിനെ ടാഗ് ചെയ്തത് ഒരു ധ്യാനം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. ധ്യാനത്തിന് പോയാൽ പോരെ, ഈ ഹിമാലയത്തിൽ പോയാൽ പോരെ, ഇതൊക്കെ തന്നെ നമ്മളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്, കമൻറ്റ് ബോക്സ് പറഞ്ഞ സംഗതികളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മളിതിൽ ആ ചെറിയ പിക്ചർ കാണിക്കുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഇതിന് മുന്നേയും ഒരു ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 1-2 ചാനൽസിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വോയിസ് ഇവിടെ പ്ലേ ചെയ്യാം. ആ കംപ്ലീറ്റ് ഇൻ്റർവ്യൂ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിൽ പോയി കാണാം. പക്ഷേ പ്രേക്ഷകർ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഇൻ്റർവ്യൂയോടെ പറയുന്നുണ്ട്. അപ്പോൾ വോയിസ് കേൾപ്പിക്കാം. അതാണ് ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു കേസ് ധ്യാനത്തിൻ്റെ സംഭവം ചോദിച്ചു. അതായത് ധ്യാനം സെൽഫ് ക്ലെൻസിങ്ങിന് പോകാൻ ഇതൊരു ധ്യാന കേന്ദ്രം അല്ലല്ലോ എന്ന് ഇതെല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് അല്ലേ. അതിന് സായിയുടെ മറുപടി ഉണ്ട്. ഇതൊരു ഒരു മെഡിറ്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അല്ല, ഒരു ധ്യാന കേന്ദ്രമോ അങ്ങനത്തെ പുറത്ത് ഒരു സംഭവമല്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നതിന്റെ കാരണം എന്താണ്? ഞാൻ സീക്രട്ട് ഏജന്റ് ആയിരുന്നു, ഇപ്പൊ സായി ആയി എന്ന് പറയാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? ഇത് ധ്യാന കേന്ദ്രമല്ല എന്ന് നിങ്ങൾ പറയാൻ കാരണം അല്ലാത്തതുകൊണ്ട്
അതൊരു റിയാലിറ്റി ഷോ ആണ്. റിയാലിറ്റി ഷോ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് ഒരാൾ തല്ലു കൂടണ്ട, ഫൈറ്റ് വേണം വേണ്ട, ഇന്ന കണ്ടന്റ് മാത്രമേ പാടൂ, ഇന്ന കണ്ടന്റ് പാടില്ല എന്നുണ്ട്. അങ്ങനെ കണ്ടന്റ് അല്ലല്ലോ, ഇതൊരു വ്യക്തിയുടെ റിയാലിറ്റി ഷോ ഇസ് എ കണ്ടന്റ് മേക്ക് ചെയ്യാനാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലേ? ഓക്കെ, ഈ ഇൻ്റർവ്യൂവിൻ്റെ പോർഷൻസ് ഞാൻ കുറച്ച് പോർഷൻസ് എടുത്തിട്ടുള്ളൂ. ഇനി അത് മാനിപ്പുലേറ്റ് ചെയ്തെന്ന് പറയണ്ട. ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ തന്നെ പോയി കാണാം കേട്ടോ. സായി ഇപ്പോൾ കൊടുത്തിട്ടുള്ള മറുപടി, എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ചോദിച്ചതും വളരെ ക്ലിയർ ആയിട്ട് അവരെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബാക്ക് കാര്യങ്ങളും ഭയങ്കരമായിട്ട് വെച്ചാൽ അവർ കറക്റ്റായിട്ട് ചോദിച്ചു കേട്ടോ. പിന്നെ സായി പറഞ്ഞു ഇതെല്ലാം സായി പറഞ്ഞു ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ടാണ്, ഇത് ഇന്നത് ചെയ്യാൻ പാടും ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല എന്ന്. അപ്പോൾ സായി ഇപ്പോഴും പറഞ്ഞു കൊണ്ടുവരുന്നത് സായി പ്രീ പ്ലാൻഡ് ആയിട്ട് അതിനുള്ളിലേക്ക് പോയി. അതായത് ഒരു സെൽഫ് ക്ലെൻസിങ് പ്രൊസീജിയറായിട്ട് സായി ആദ്യം തന്നെ തീരുമാനിച്ചു. കാരണം സായി ആദ്യത്തെ AVയിലും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഞാൻ ഇവിടെ സീക്രട്ട് ഏജൻ്റ് ആണെങ്കിലും കൂടി ഉള്ളിൽ ചെല്ലുന്നത് ഒരു എന്താ പറയുക സായി കൃഷ്ണനായിട്ടാണ്. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് സായി പോയതെന്നാണ് സായി പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു എവിടെയോ എപ്പിസോഡുകളിൽ വെച്ചിട്ട് സായി പറയുന്നു എനിക്ക് അതിൻ്റെ ഉള്ളത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ കണ്ട സമയത്താണ് എനിക്ക് തോന്നിയത് പിന്നെ ഇതുപോലെ മാറാൻ ഒരു സായി കൃഷ്ണനായിട്ട് മാറാനുള്ള സിറ്റുവേഷൻ ഉണ്ടായത് എന്ന് പറയുന്നൊരു സംഭവം നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. എനിക്കങ്ങനെ എവിടെയൊക്കെ ഒരു കണ്ട പോലെ അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത പോലെ തോന്നി. എന്താണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് സായിയുടെ ഈ ഒരു ധ്യാനം കൂടുതലുള്ളത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്നറിയോ, നമ്മളൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നമ്മളൊരു കോണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന വ്യക്തി വളരെ ഡെഫിനറ്റ് ആയിട്ടുള്ള റിമാർക്സോട് കൂടിയായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ ഈ സായിയുടെ കേസിൽ ഈ 2 ഇൻ്റർവ്യൂസും ഫസ്റ്റ് ഇൻ്റർവ്യൂ പോട്ടെ സെക്കൻഡ് ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ ഒന്നിനും ഒരു ക്ലാരിറ്റി. ഇപ്പോൾ സായിയുടെ ഒരു 80% വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിപ്സ് വെച്ചിട്ടാണ് സായി ചെയ്യുന്നത്. അതിൽ ചില കാര്യങ്ങളൊന്നും നമുക്ക് ക്ലിപ്പ് വെച്ച് മനസ്സിലാക്കി തരുന്നല്ലാതെ ചില സെൻറ്റൻസസ് സായി പറയുന്നത് നമുക്ക് എത്രയും വ്യക്തമാവില്ല. ഓക്കെ, അതുപോലെ ഒരു സിറ്റുവേഷൻ എനിക്കിതിലും ഫീൽ ചെയ്തു. കാരണം എന്തൊക്കെ ഇവൻ പറയുന്നതെന്ന് തോന്നിപ്പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഈ ഒരു ഇൻ്റർവ്യൂസിൽ 2 ഇൻ്റർവ്യൂസിലും ത്രൂ ഔട്ട് ഉണ്ടായി. പിന്നെ ടു ബി ഓണസ്റ്റ് വിത്ത് യു, എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. നിങ്ങൾ സായിയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് സായിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഞാൻ എവിടെയൊക്കെ സായിന് എന്തെങ്കിലും നല്ല വശങ്ങൾ കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അവർ പറഞ്ഞത് നിങ്ങൾ ഇതാണ് നിങ്ങൾ ബയാസ്ഡ് ആയിട്ട് സംസാരിക്കുന്നത്, നിങ്ങൾ അവരുടെ ഫ്രണ്ട് എന്നുള്ള കണ്ടീഷൻ സംസാരിക്കുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇന്നത്തെ കേസിൽ ഞാൻ മാക്സിമം ഓപ്പണായിട്ട് സംസാരിക്കാറുള്ളൂ. പക്ഷെ ഒരു കാര്യം കൂടി പറയുന്നത് വെച്ചാൽ എവിടേക്കോ ഒരു ഫേക്ക്നെസ് ഫീൽ ചെയ്തു. ഇതുവരെ സ്നേഹയുടെ കേസും കൂടി എടുത്ത് പറയണം. ഇതുവരെ സായിയുടെ ചാനലിലൂടെ സംസാരിക്കുന്നതിലൊക്കെ ഒരു ഫേക്കായിട്ടുള്ളൊരു സംഭവം ഫീൽ ചെയ്തിട്ടില്ല. ടു ബി ഓണസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. സായിനെ വളരെ ഓപ്പണായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു, ഉള്ള കാര്യങ്ങൾ തുടർന്ന് പറയുന്ന ഒരു സ്നേഹമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഈ ഇൻ്റർവ്യൂവിൽ സ്പെഷ്യൽ 2 ആളുടെ കേസും പറയുകയാണ്. എനിക്കൊന്നും സായി പുറത്ത് വന്നുകൊണ്ടായിരിക്കാം ഒന്നും കൂടി പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരു എന്താ പറയുക ഒരു ഫേക്കായിട്ട്, അതിനുള്ളിലും പല കാര്യങ്ങളും ഫേക്കാന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ പ്ലസ് ഈ ഒരു ഇൻ്റർവ്യൂസും കംപ്ലീറ്റ് ഫേക്കായിട്ട് എന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഇതൊന്ന് രണ്ടാമത്തെ കേസുള്ളത് സ്നേഹ ഈ സായി അതിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോസിറ്റീവ് നെഗറ്റീവായിട്ട് സംസാരിച്ചൊരു സംഗതിയാണ് ഒരു കാര്യമാണ് സ്നേഹയുടെ ആറ്റിറ്റ്യൂഡ് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് സീരിയസ്ലി അൺബയാസ്ഡ് ആയിട്ട് അവർ ഇനീഷ്യലി അല്ല ഒരുവിധമൊക്കെ അവർ അൺബയാസ്ഡ് ആയിട്ട് റിവ്യൂ പറഞ്ഞിരുന്നു. വളരെ അൺബയാസ്ഡ് ആയിട്ട്. കാരണം വെച്ചാൽ ഈ ഒരു ഹസ്ബൻഡാണെന്നുള്ള കണ്ടീഷനിൽ അതിനുള്ള സപ്പോർട്ട് ചെയ്തു. അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ചെയ്തില്ല. വളരെ ക്ലിയർ ആയിട്ട് അതേ ചെയ്യാൻ പറ്റുള്ളൂ, അത് വേറെ കഥ. അല്ലാന്നുണ്ടെങ്കിൽ സ്നേഹ കൂടി ടോട്ടലി വേറെ രീതിയിൽ ഈ ഒരു ഇമേജ് ഉണ്ടായിരിക്കില്ല. കാരണം വെച്ചാൽ സായി അതിൻ്റെ ഉള്ളിൽ ചെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഉണ്ട്. സ്നേഹയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറഞ്ഞ സമയത്ത് അത് സ്നേഹയുടെ ഇമേജ് ഡൗൺ ആക്കേണ്ട ഒരു സാധനമാണ്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ആ ഒരു വോയിസ് ക്ലിപ്പിലേക്ക് ഡൗൺ ആക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷെ അതുപോലും അവർ പുറത്തുനിന്ന് പറഞ്ഞിട്ടുള്ള സംസാരം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവർ സപ്പോർട്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സമ്മതിക്കാതെ വയ്യ. സ്നേഹയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു സായിയേക്കാൾ ഒരു പക്ഷേ ഇപ്പോൾ സപ്പോർട്ടേഴ്സ് ഉള്ളത് സ്നേഹയ്ക്കായിരിക്കാം മുന്നേ. ഇനി ഇവിടെ അവിടെ നിന്ന് 2 ആളും കൂടി കൊടുക്കുന്ന ഇൻ്റർവ്യൂസും പുറത്തു നിന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും കാണുന്ന സമയത്ത് ഒരു പക്ഷേ തിരിയാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. പക്ഷേ കൂടുതൽ പൊങ്കാലിന്റെ അപ്പുറം ചില ആൾക്കാർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഭർത്താവാണ് കേട്ടിട്ട് ഞാൻ കൂടുതൽ പേഴ്സൻറ്റേജ് അതെ ഭർത്താവാണ് കേട്ടിട്ട് വെള്ളപൂശം നടന്നിട്ടില്ല, പറയേണ്ടത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഹൗസിനുള്ള ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമാണ്, ആരും മറക്കണ്ടാവില്ല, സ്നേഹ പ്ലസ് അമ്മ ഈക്വൽ ടു സമാധാനം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഓക്കെ, നമ്മൾ ഈ ഒരു വിഷയം റിയാക്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ സത്യം പറയും, ഇവൻ ഈ പറഞ്ഞ സമയത്ത് ഈ പുറത്തിരിക്കുന്ന അവൻ്റെ ഭാര്യയുടെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് സീരിയസ്ലി ചിന്തിച്ചവരാണ് ഞാൻ ഉൾപ്പെടെ. എനിക്ക് തോന്നുന്നു കേട്ടോ. ഞങ്ങളിവിടെ വീട്ടിൽ ഡിസ്കസ് ചെയ്തു എന്ത് കഥ ഇവൻ കാണിക്കുന്നത്. കാരണം ഇവൻ എന്തിനാ അത് പറയേണ്ട ആവശ്യമുള്ളത്. ഏറ്റവും കൂടുതൽ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ചെറിയ ഫാമിലി വ്ളോഗും നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ ഉള്ള പോലെയല്ലല്ലോ. നമുക്ക് ഈ ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ആൾക്കാരുടെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കാൻ ഒരു നോർമൽ മനുഷ്യൻ തന്നെ പാടില്ല. സ്പെഷ്യലി സീക്രട്ട് ഏജൻറ്റ് പോലത്തെ ഒരു ചാനൽ ഇത്ര ദിവസം കൊണ്ടുവന്നിട്ടുള്ള സായി കൃഷ്ണൻ ഒരു കാരണവശാലും ചെയ്യാം. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു. അത് വെച്ചിട്ട് കോണ്ടന്റ് ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇതുപോലുള്ള പല ആൾക്കാരും അവരവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ അത്രയധികം കുത്തി തോണ്ടി ഇതാക്കി
ആക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജൻറ്റ്. അവർ സ്വന്തം ജീവിതം തന്നെ ഒരു കോണ്ടന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അത് ആവും എന്നുള്ള കാര്യം ഒബ്വിയസ്ലി ഷുവർ ആണല്ലോ. കാരണം വെച്ചാൽ ബിഗ് ബോസ് ആണല്ലോ. കാരണം ഇത് പുറത്തേക്ക് വിടുന്ന, കാരണം പ്രത്യേകിച്ച് ബിഗ് ബോസ് എന്ന ഷോ അരച്ച് കലക്കി കുടിച്ച് അതിനെക്കുറിച്ച് കംപ്ലീറ്റ് റിവ്യൂ പറഞ്ഞ് ഉള്ളിൽ കയറുന്ന ഒരു വ്യക്തി ഞാൻ അന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്നേഹയുടെ വൈഫിനാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടായത്. ഞാൻ അന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അവരെ. അവിടെ ഏറ്റവും കൂടുതൽ ഭയങ്കര ഹാർട്ടിൽ നിന്ന് സംസാരിച്ച ഒരു സാധനമുണ്ട്, സ്നേഹയും സായിയുടെ അമ്മയും തമ്മിലുള്ള ഒരു പ്രശ്നത്തിനെ പറ്റി. അത് ശരിക്കും എന്താ സായിയുടെ അമ്മയും സ്നേഹയും തമ്മിൽ അതിന് മാത്രം വലിയ പ്രശ്നങ്ങളാണ്. ഞാൻ അതിനകത്തും തന്നെ പറഞ്ഞൊരു കാര്യമില്ല, അല്ലെങ്കിൽ സ്മോൾ തിങ്, ചെറിയ കാര്യമാണ്. അതിനിടയിൽ ഞാനാണ് ഇത് രണ്ടും ജോയിൻ ചെയ്യേണ്ട ഒരു വ്യക്തി. ഞാൻ അവിടെയും പറയുന്നത് ഞാനാണ് ഫെയിലിയർ. ഇതിനിടയിൽ കിടക്കുന്ന, ഞാൻ ആ ഫെയിലിയർ ആയിട്ട് കിടക്കുന്ന എന്നെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയും. അങ്ങനെ ഒരുപാട് പേര് കാണും. അതായത് അമ്മ ഭാര്യ, അവരുടെ ഇടയിൽ രണ്ട് എൻഡും കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ ഈ രണ്ട് എൻഡും കട്ടാവും എന്നുള്ള പേടിക്ക്, അല്ലെങ്കിൽ ഒന്നിലേക്ക് മാത്രം പോകുന്നുള്ള പേടിയിൽ പോകുന്ന ഒരുപാട് പേര് ഈ സൊസൈറ്റിയിലുണ്ട്. അവരാരും ഞാൻ ഇതുമായിട്ട് പുറത്തു വന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു എനിക്കിത് കുറച്ച് സമാധാനം കിട്ടുന്ന ഒരു കേസാണ്. എന്താണെങ്കിലും ഒരു സെൽഫ് ക്ലെൻസിങ് ആണ് നടന്നത്. ഞാൻ ചെയ്ത കാര്യങ്ങളെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് മാറ്റേണ്ടതായുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും. അതിന് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ കാര്യം അത് ലാലേട്ടന് മനസ്സിലായി. കുറച്ചും ലാലേട്ടൻ കൃത്യമായിട്ട് ഈ പറയുന്ന മാതിരി അങ്ങനെയുള്ള പ്രശ്നം അങ്ങനെ വികസനം എല്ലാം ഒന്നും പറഞ്ഞത് ജസ്റ്റ് ആ മൊമെന്റിൽ കിട്ടിയൊരു അവസരം അത് മുതലാക്കി. ഈ ക്ലെൻസിങ് ഓക്കെ, ഈ സെൽഫാണ് ഏറ്റവും വലിയ പ്രോബ്ലം കേട്ടോ. സെൽഫ് ക്ലെൻസിങ്. ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ, ഈ ഞാൻ എന്ന് പറയുന്ന സമയത്ത് എന്താ അറിയോ, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുറത്ത് അവനാണ് വേറൊരു കുടുംബം ഉണ്ട് എന്നുള്ള സംഗതിയുണ്ട്. കാരണം അവരെത്രത്തോളം സഫർ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ സായി പറഞ്ഞു, സായി ഉദ്ദേശിച്ചിട്ടുള്ളത് സായിനെ തന്നെയാണ്. പക്ഷേ പുറത്തേക്ക് കൺവേ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും, നിങ്ങൾ ആ സമയത്തുള്ള അവരുടെ വീഡിയോ എത്ര നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ അടിയിലുള്ള കമൻറ്റ്സ് നോക്കി അറിയാം. സായി പറഞ്ഞിട്ടുള്ള ആ സംഗതി കംപ്ലീറ്റ് ഹിറ്റ് ചെയ്തതും ഇവർ സായിയുടെ വൈഫിന്, ഇപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. അവരൊക്കെ എല്ലാവരും ഒന്നായിരിക്കാം, അവർക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം, അവരോട് നീതി പുലർത്തി അവരുടെ കൂടെ നിന്നു പ്രശ്നം വന്നപ്പോൾ എന്ന് തോന്നിയിട്ടുള്ള ഒരുപാട് പേര് ആൾക്കാരുണ്ടായിരിക്കും. നമ്മളതൊന്നും നോക്കുന്നില്ല. നിഷ്പക്ഷമായിട്ട് നമുക്ക് തോന്നും, നിഷ്പക്ഷം എന്നൊരു പക്ഷം ഇല്ലല്ലോ. നമുക്ക് നമ്മുടെ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു, അത്രമാത്രം. അത് ആരും എവിടെയും പേടിക്കാതെ എക്സ്പ്രസ് ചെയ്യുന്നു. മുതലാക്കാന്ന് പറയുമ്പോൾ ഒരുപാട് പ്രേക്ഷകരിലേക്ക് സാധനം പോയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും റിയാക്ഷനിലും മറ്റു കാര്യങ്ങളും പറഞ്ഞ് സായിയുടെ വൈഫും അമ്മയും തമ്മിൽ രണ്ട് വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറേ അധികം ഭയങ്കര ക്ലാരിറ്റി സ്നേഹിക്ക് മാത്രമേ ഓക്കെ, അതിന് ക്ലാരിറ്റി ഒക്കെ അവർ കൊടുത്തു. അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു. അവർ തമ്മിൽ പിന്നെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും അതൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ സംഭവം എന്താ വെച്ചാൽ ഇത് ആ ആങ്കർ പറഞ്ഞിട്ടുള്ള സംഭവമാണ് വളരെ ക്ലിയർ ആയിട്ട്. ഇത് ജനങ്ങളിലേക്ക് ഇത് ഇട്ട് കൊടുത്തു. ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മളിപ്പോഴും പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ന്യായീകരിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു പോകും. ഓക്കെ, ഏറ്റവും ഇപ്പോൾ സായി പ്ലസ് അമ്മായിക്കളുടെ സമാധാനം എന്ന് പറയുമ്പോൾ അവിടെ വിഷമിച്ച് നിൽക്കുന്ന, പ്രത്യേകിച്ച് സായി പറഞ്ഞൊരു കാര്യമുണ്ട്, ലാലേട്ടനും മനസ്സിലായിന്ന്. ലാലേട്ടന് മനസ്സിലായത് എന്താ, നമ്മളൊക്കെ കണ്ടതാ. ലാലേട്ടൻ വരെയാണ് അവിടെ നിന്ന് പറയുക. അപ്പോൾ ലാലേട്ടന് മനസ്സിലായി എന്നുള്ള സായി അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല. ലാലേട്ടൻ പറഞ്ഞാൽ എന്താ, സ്നേഹ അമ്മ കേൾക്കൂ, സായിക്ക് ഇത്തിരി സമാധാനം കൊടുക്കും. അവിടെ ഒരു റിസീവിങ് എൻഡോ എന്താ പറയുക, അവിടെ ഒരു ക്രൂശിക്കപ്പെട്ടിട്ടുള്ളത് എപ്പോഴും സായിയുടെ വൈഫും അമ്മയാണ്, അല്ലാതെ സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയോ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റോ അല്ല. അതിനിപ്പോൾ എന്ത് പറഞ്ഞാലും സമൂഹം കംപ്ലീറ്റ് അത് കണ്ട സംഗതിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഇൻ്റർവ്യൂസിൽ വന്നിരുന്ന ഈ രീതിയിൽ പറയുന്ന സമയത്ത് ഡസൻ മേക്ക് എനി സോർട്ട് ഓഫ് സെൻസ് അറ്റ് ഓൾ. ഓക്കെ, പിന്നെ ഞാൻ അടുത്ത് സംസാരിക്കുന്നത് നമ്മൾ ഇയാളുടെ വോയിസിനെ കുറിച്ചാട്ടോ. ഈ ജാസ്മിൻ ജാഫറിൻ്റെ ഫാദറിൻ്റെ വോയിസ്. ഓക്കെ, ഞാൻ ആ വോയിസ് പ്ലേ ചെയ്യാം. എൻ്റെ ഒരു വിധം കാണിച്ചാൽ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിന് സായി കൊടുക്കുന്ന മറുപടി, ഈ വീഡിയോ പുറത്തു വരാൻ പ്രധാന കാരണം സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നു. സ്നേഹയ്ക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു അല്ലേ? അറിയാം. അറിഞ്ഞിട്ടാണോ സ്നേഹ തെളിവുണ്ടെങ്കിൽ ഇടുമെന്ന് പറഞ്ഞത്? ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് തന്നെയാണ്. അത് പലർക്കും അറിയില്ല. കാരണം എന്നെ കുറേ പേര് വിളിച്ച് ചോദിച്ചു, സ്നേഹം അവിടെ ഉണ്ടായിരുന്നോ, ഇത്തുബൈ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ല, എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരോട് മാത്രം ഞാൻ പറഞ്ഞു ഞാനത് സായി വരട്ടെ പറയാൻ തുടങ്ങി. അല്ലാതെ ഉള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല, ഇത്തുബൈ ഇല്ല, സായി ഒറ്റയ്ക്കാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. മനഃപൂർവ്വം നമ്മൾ എന്താ പറയുക ഇങ്ങനെ നാറാൻ നിൽക്കുന്നത്. ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്. ഇതെല്ലാം അവർക്ക് അറിയാമായിരുന്നെങ്കിൽ, എനിക്കത് ആദ്യം തന്നെ അറിയാമായിരുന്നു. സായി എന്നോട് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പോയത്, എനിക്ക് കാര്യങ്ങൾ അറിയാം, ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയേണ്ടതിന് പകരം ഞാനൊരു ചൂണ്ടിട്ടു. പക്ഷെ ഞാൻ അന്നൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു മീനിനെ കൊത്തുന്ന ഒരു കാര്യത്തിൽ ചൂണ്ടിട്ടതാണ് സ്നേഹ. നമ്മൾ ഉദ്ദേശിച്ചത് ആ ചൂണ്ടയിൽ കൊളുത്തിയ മീൻ ആരാന്നുള്ളത് അറിയില്ല നമ്മൾ പറഞ്ഞു. ഒരു പക്ഷേ ചിലപ്പോൾ സായി ആയിരിക്കാം, അതല്ലെങ്കിൽ ഈ വോയിസ് പുറത്തുവിടാൻ വേണ്ടിയിട്ടാണ്, അറിഞ്ഞും കൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എന്തോ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വീണടുത്ത് കിടന്ന് ഉരുളുക എന്നുള്ളൊരു സംഗതിയാണ് ഇപ്പം നടക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. കാരണം അല്ലാതെ ഒന്നും ഉണ്ട് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അങ്ങനെ അറിഞ്ഞിട്ടാണത് എന്തോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂട്ടോ. അതിലുണ്ടായിരുന്ന രണ്ട് വ്യക്തികളുടെ വോയിസ് ഇല്ല.
ജാസ്മിൻ ഉപ്പാന്റെ വോയിസ് മാത്രം, അത് ഗബ്രിയെ തെറിക്കുന്ന പോർഷൻ. സോ ആ വോയിസിന്റെ ഇന്റൻഷൻ എന്താ? ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ടാർഗറ്റ് ചെയ്തിട്ടാണോ ആ സാധനം, ജാസ്മിനെ ടാർഗറ്റ് ചെയ്തിട്ടാണോ ഗബ്രിക്ക് ടാർഗറ്റ് ചെയ്തിട്ടാണോ? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അതാണ്. അത് ഇത്ര ആൾക്കാർക്ക് മാത്രമേ ക്ലിയർ ആവുന്നുള്ളൂ എന്ന്. അല്ല, ഇന്ത്യയിലാണ്, കാരണം ഈ സാധനം ഇന്ത്യയിലുണ്ടല്ലോ, ഞാൻ റെക്കോർഡ് ചെയ്തു, ഈ സുനാപ്പി നമ്മുടെ കയ്യിലുണ്ടല്ലോ. സംസാരം ഉണ്ടായി, പക്ഷെ ഈ സംസാരം സത്യമാക്കുന്ന രീതിയിൽ തന്നെയാണ് സായി അവിടെ പോയി. ഓക്കെ, ഇപ്പോൾ സായി പറയുന്നത് ഇതിനെക്കുറിച്ച് നടന്നിട്ടുള്ള വോയിസ് റെക്കോർഡിനെ കുറിച്ചാണ്. ഒരു കാര്യം പറയുക, സായിയുടെ അടുത്തും ഇതിൻ്റെ റെക്കോർഡ് ഉണ്ടെന്ന് പറഞ്ഞു, 8 മിനിറ്റ് സംസാരമുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കേട്ടിടത്തോളം മനസ്സിലാക്കിയിടത്തോളം നമുക്ക് വിവരം കിട്ടിയിടത്തോളം ഏകദേശം 45 മിനിറ്റോളം, എനിക്ക് തോന്നുന്നു വീഡിയോ തന്നെ വ്യൂ പറഞ്ഞിട്ട് തോന്നുന്നുണ്ട്, എവിടെ നിന്നാന്ന് കേട്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. 45 മിനിറ്റോളം ആ സംസാരമുണ്ട്. അതിൽ ഇടയ്ക്ക് കയറി വന്നിട്ടുള്ള വ്യക്തി ആയിരിക്കാം സീക്രട്ട് ഏജൻറ്റ്. അപ്പോൾ പക്ഷേ 45 മിനിറ്റ്സോളം ആ ഒരു സംസാരം അവിടെ നീണ്ടു നിന്നിട്ടുണ്ട്. എന്തൊക്കെ ഡിസ്കഷൻസ് അതിൽ വന്നു എന്നുള്ള കാര്യങ്ങൾ അറിയുന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും ആ 45 മിനിറ്റ്സിൻ്റെ കാര്യം തുറന്നു പറയേണ്ടത് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അവരൊക്കെ ഒരു പക്ഷേ ഇപ്പോഴും കോൺടാക്ട് ഉണ്ടോ എന്താ സ്ഥിതി അറിയില്ല. ഇതൊക്കെ എന്തൊക്കെ ഗെയിം, ആരുടെയൊക്കെ ഗെയിം ഉള്ളിലും പുറത്തും കളിക്കുന്നത് നമുക്ക് കാര്യങ്ങൾ അറിയില്ല. പക്ഷെ പുറത്തുള്ള കാര്യം അകത്തേക്ക് പറയാൻ പാടില്ല എന്നുള്ളൊരു റൂൾ ഉണ്ട്. സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കേട്ട സമയത്ത് ജഗതി പറഞ്ഞാൽ വിശ്വസിച്ച് അതേ സിനിമയിലെ വിശ്വസിച്ച്, ഇത് ഞാൻ വിശ്വസിച്ചു. എന്തിനാണിത്? ഓക്കെ, എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എല്ലാവരും പറയുന്നില്ല. പിന്നെ അവർ പറയുന്നത് അവരും കൂടി അറിഞ്ഞിട്ടാണ് അത് ചെയ്തതെന്നുള്ളത്. എന്തിനാ ഒരു വാണിങ്ങിനുള്ള സ്പേസ് ഉണ്ട്, നമുക്ക് പറയാം. പക്ഷെ ആ വാണിങ്ങിനുള്ളിൽ സായി ഏകദേശം എല്ലാ കാര്യം പറഞ്ഞു. ബിഗ് ബോസിന് ഒരു വാണിംഗ് തരാം. അവർക്ക് അങ്ങനെ ആ വാണിംഗ് വെച്ചിട്ടില്ലെങ്കിൽ അവരെന്താ ചെയ്യുക? ഡോണ്ട് എവർ ടെൽ എനിത്തിങ് ഹാപ്പൻ ഓൺ ദ സൈഡ്. ന്യായീകരിക്കാൻ ഇയാളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സീരിയസ് ആയിട്ട് ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ ഈ യജ്ജാതി ന്യായീകരണം വളരെ ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ, എവിഡൻ്റ് ആയിട്ട് ഇതൊക്കെ കണ്ടവർക്കറിയാം. ജാസ്മിൻ ജാഫറിൻ്റെ വൈഫിൻ്റെ കൊട്ടേഷൻ എടുത്ത പോലെ തന്നെ പുറത്തുനിന്ന് എല്ലാ കാര്യങ്ങളും കേട്ടിട്ടാണ് അതിനുള്ളിൽ ചെന്നിട്ട് അത് ഞാൻ പറഞ്ഞു കൊടുക്കുമെന്നുള്ള സംഗതികൾ പറഞ്ഞ് പോയി അതിനുള്ളിൽ ചെന്നിട്ട് എല്ലാം പോയി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ബിഗ് ബോസ് ഒരു വാണിംഗ് തന്നിട്ടില്ല, അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ഡോണ്ട് എവർ ടെൽ എന്ന് പറഞ്ഞുകൂടാ? ഇതൊക്കെ കേട്ട ഒരുവിധം എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനിയിപ്പോൾ ഇതെന്താ പറയുക, കൂടുതൽ നടന്ന് ഇതേപോലെ വെളുപ്പിക്കുന്ന സമയത്ത് ഇനിയും മനുഷ്യൻ താഴത്തേക്ക് പോവുള്ളൂ. ഇപ്പം തന്നെ ഓൾറെഡി അത്യാവശ്യം മനുഷ്യൻ എന്താ പറയുക 99.9% ഹേറ്റ്രഡ് അത്രയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതുപോലുള്ള സംഗതികൾ പറഞ്ഞ സമയത്ത് വീണ്ടും ഐ തിങ്ക് ഇത് പിന്നെ എന്താ പറയുക, ഇനി ഇത് നാറേ ഉള്ളൂ. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ സായിനെ പറയുന്നുണ്ട് ജാസ്മിനായിട്ടുള്ള എന്ത് ഫ്രണ്ട്ഷിപ്പാണെന്നുള്ളത്. അപ്പോൾ വളരെ ക്ലിയർ അല്ലേ ബിഗ് ബോസിൻ്റെ അപ്പോൾ പറയാൻ വേണ്ടിയിട്ട് പോയതാണ്. ഐ നോ ദിസ് പേഴ്സൺ. ഈ പേഴ്സൺ എന്താണെന്നുള്ളത് പുറത്ത് അറിയുന്ന ഒരാളാണ്. ഞാൻ അകത്ത് കയറി ചെല്ലുന്ന സമയത്ത് എല്ലാവർക്കും ഒരു പ്രീ കൺസീവ്ഡ് സാധനം ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ സിംഗ് എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ, സ്നേഹ എൻ്റെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ റൈറ്റ് ടൈമിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അത് റെക്ടിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കണം. അത് അവർക്ക് മനസ്സിലാവില്ലേ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇപ്പം മനസ്സിലായില്ല, ലാലേട്ടൻ വിളിച്ചെടുത്ത് ചോദിപ്പിച്ചു, സായിയുടെ ഗെയിമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആളില്ല ലാലേട്ടൻ, ഇപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ എൻ്റെ ഗെയിമാണ്. ഓക്കെ, ഇന്നലെ ഞാൻ ജാസ്മിനോട് കൃത്യമായി പറഞ്ഞു, ജാസ്മിൻ എൻ്റെ ഫാമിലി ഇരുന്ന് എനിക്കത് മനസ്സിലാവും. ഇതിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ എവിഡൻ്റ് ആണ് സായി എന്താ ചെയ്തതെന്നുള്ളത്. പിന്നെ എന്തിനായി രണ്ട് തരത്തിലും പറയുന്നത്? വാർണിംഗ് ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. സംഗതി വളരെ സിമ്പിളാണ്. ജാസ്മിൻ്റെ ഫ്രണ്ടാണ് സായി കൃഷ്ണൻ. അയാൾക്ക് ഫ്രണ്ട്ഷിപ്പിൽ ഒരുപാട് വില കൽപ്പിക്കുന്ന ആളാണ്. സ്പെഷ്യലി ജാസ്മിൻ്റെ കേസിൽ പുള്ളിക്ക് എന്ത് തോന്നി, ഇങ്ങനെ ഒരു സംഗതി വേണ്ട, ഏതായാലും ഉപ്പയും പറഞ്ഞു, സംഗതി പറയാൻ തോന്നുകയും ചെയ്തു, അതിൻ്റെ ഉള്ളിൽ കയറി പറഞ്ഞു. ആ ദൗത്യം നിർവഹിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായി. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഇതുവരെ പറഞ്ഞിരുന്നത് നമുക്ക് പുറത്തിരിക്കുന്നവർക്ക് ബിഗ് ബോസ് കാണിച്ചു തരുന്നതേ കാണുന്നുള്ളൂ, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ എല്ലാവർക്കും അറിയുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഒരുവിധം എല്ലാവരും പറഞ്ഞത്. എനിക്കത് സായി തന്നെ പറഞ്ഞിട്ടുള്ളത്. സായിയുടെ റിവ്യൂസൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ളവർക്ക് കംപ്ലീറ്റ് എഡിറ്റഡ് ഷോ ആണ്, മുഴുവൻ കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല അല്ലേ, നമ്മൾ അങ്ങനെ മനസ്സിലാക്കി. പക്ഷേ സായി ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പറയുന്നു, പുറത്തിരുന്നവർ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്, അതിൻ്റെ ഉള്ളിലുള്ള ഞങ്ങൾക്ക് 360 ഡിഗ്രി, പിന്നെ ടേംസൊക്കെ അജായിട്ടാണ് ഉപയോഗിക്കുന്നത്, 360 ഡിഗ്രി വ്യൂ ഇല്ല, 720 ഇല്ല. അവസ്ഥയാണ് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ കണ്ടതിന് കുറവാണ് ഞങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് പുറത്തുള്ള 72 ക്യാമറയുടെ പെർസ്പെക്റ്റീവ് കാണാം. ഞങ്ങൾക്ക് ആകെ ഇങ്ങനെ കാണാൻ പറ്റും. വാഴത്തോട്ടത്തിലാണെങ്കിൽ ഇങ്ങനെ കാണാം. ഞാൻ പുറത്ത് പോയി എനിക്ക് വാഴത്തോട്ടം കാണാൻ പറ്റില്ല, പുറത്ത് പോയി എനിക്ക് കാണാൻ പറ്റില്ല. അതിനേക്കാൾ കൂടുതൽ പെർസ്പെക്റ്റീവ് പുറത്തുള്ള. ഇത് സത്യമായിരിക്കാം, കാരണം വെച്ചാൽ നമ്മളിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ റൂമിൽ എന്താ നടക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം റിവ്യൂ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഇത്ര എഡിറ്റ് ചെയ്ത് കാണുന്നുള്ളൂ, അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്കേ അറിയുള്ളൂ എന്നൊക്കെ പറയുന്ന സ്ഥാനത്താണ് സായി ഈ ഒരു വർത്തമാനം വന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സായിക്ക് ഒരാളെ പറ്റി മനസ്സിലാക്കുന്ന സിറ്റുവേഷൻ അതും കൂടി ഓക്കെ, അതും കൂടി 4-5 ദിവസം കൊണ്ടാണ് നന്ദു എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ആ ഒരു ഷോർട്ട് സ്പാൻ മതി ആ വ്യക്തി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഞാൻ. സ്വാഭാവികമായിട്ടും സായി പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഡിസ്കഷൻ വരുന്ന സംഗതി നന്ദനയുടെ കേസ്. ഓക്കെ, നന്ദനയുടെ കേസിൽ സായി പറഞ്ഞെന്താ, സായിക്ക് മനസ്സിലായി, സായിക്ക് 2-3 ദിവസം കൊണ്ട് ഒരാളെ മനസ്സിലാവുന്നുള്ളൂ. ബെസ്റ്റ്
2 3 ദിവസം കൊണ്ട് ആളെ മനസ്സിലായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം സായിനെ പറഞ്ഞിട്ടുള്ള ഷെഫീനോട് പോയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അവതരിപ്പിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ് സംഭവം പറഞ്ഞ് അതിൻ്റെ വോയിസ് റെക്കോർഡും പുറത്ത് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ആളെ കണ്ടാൽ മനസ്സിലായിട്ടാണ്. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മൾ സംസാരിക്കുന്ന സംഗതികൾ നമ്മളെ വില കളയുന്ന സംഗതിയാണെങ്കിൽ മിണ്ടാതിരിക്കുകയാണ് നല്ലത്. ഇനി ഒരു കേസും കൂടെ ഉണ്ട് ജിൻഡോടെ കേട്ടോ. നമ്മൾ പുറത്ത് കാണുന്ന ഗെയിം വെച്ച് നോക്കുമ്പോൾ ജിൻഡോ കപ്പടിക്കും എന്നുള്ളതാണ് പുറത്ത് വരുന്ന ചർച്ചകൾ മൊത്തം. പക്ഷെ പുറത്ത് ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയിലേക്ക് കപ്പടിക്കുന്നുണ്ട്, അർജുൻ കപ്പടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ സിനി കണ്ടത് ജിൻഡോ കപ്പടിക്കുന്നത് മാത്രമേ. അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറയാം പൊതുവെ കാര്യങ്ങളല്ല. ഞാൻ പറയാം എന്റെ സെർച്ച് ലിസ്റ്റ് ഞാൻ ഇപ്പൊ കാണിച്ചത്. എന്റെ സെർച്ച് ലിസ്റ്റ് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഫീൽഡിൽ വരുന്നത് ജാസ്മിനും അർജുനുമാണ്. ജിൻഡോ വരുന്നില്ല. എന്റെ വീഡിയോ വരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാം. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ താല്പര്യങ്ങൾക്കോ ഉള്ള കാര്യങ്ങൾ നമ്മളെടുത്ത് വരും. എനിക്ക് തോന്നുന്നതായിരിക്കും. ഞാൻ ഷുവർ ഷോർട്ടായിട്ട് പറയുന്നു, ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ കൂടി അതിനകത്തുള്ളവർക്കോ പുറത്തുള്ള ജനങ്ങൾക്കോ ഓക്കെ വോട്ടെവർ ബാക്കിയുള്ള ഇന്റർവ്യൂവിൽ നിങ്ങൾ കാണാം. ഒരു കാര്യം ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, സായി പറയുന്നു സായിയുടെ സെർച്ച് ഹിസ്റ്ററി. സായി ചിലപ്പോൾ ജാസ്മിനെ മാത്രമേ സെർച്ച് ചെയ്യുന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത്. അർജുൻ വിന്നറാവുന്നുള്ളത് കേൾക്കുന്നുണ്ടോ അറിയില്ല കേട്ടോ. ഞാൻ അത്ര ഒരു സീരിയസ് ആയി കണ്ടില്ല. സീരിയസ്ലി ഞാൻ കണ്ടിട്ടുള്ളത് ജിൻഡോയ്ക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട്. ജിൻഡോ കപ്പ് വിൻ ചെയ്യും എന്നുള്ള നല്ലൊരു ഡിസ്കഷൻ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. ജാസ്മിന് ഡെഫിനറ്റ്ലി ഒബ്വിയസ്ലി ഉണ്ട്. അർജുൻ്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ജിൻഡോ ജാസ്മിൻ എന്ന പേര് അത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എവിടെ നിങ്ങൾ പറയൂ, കമൻറ്റ് ബോക്സ് ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ, ഇത് ഏത് സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ആ സമയത്താണ് ഇപ്പം വന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഗതി ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്ന സമയത്ത് എന്തോ എവിടെയോ തകരാറ് പോലെ അതുപോലെ ഫീൽ ചെയ്യുന്നു. ഓക്കെ, പിന്നെ ജിൻഡോയുടെ കേസ് ഈ ഒരു ആങ്കർ എടുത്ത് സായിനോട് ചോദിക്കാനുള്ള റീസൺ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ജിൻഡോനെ കുറിച്ച് ഒരു കോൺസ്പിറസി പുറത്ത് നടക്കുന്നു, ജിൻഡോനെ കളിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ സായി ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നത് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നൊക്കെ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഒരു കാര്യത്തിലേ പറയുള്ളൂ, സായി അതിനുള്ളിൽ നിന്ന് സംസാരിച്ചുള്ള ശ്രമം, മാമ എന്നുള്ള വിളി, സീക്രട്ട് ഏജൻ്റ് എന്നുള്ള പരിവേഷം, പിന്നെ അവിടെ ഇരുന്നിട്ട് ജിൻഡോ നന്ദനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോ കപ്പടിക്കില്ല എന്നുള്ള ഐ വിൽ മേക്ക് ഷുവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, അതിനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സംഗതികളൊക്കെ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും ജിൻഡോയുടെ ഒരു സ്പെഷ്യൽ എക്സ്ട്രാ ഒരു എനിമിറ്റി സായിക്ക് ഉണ്ട് എന്നുള്ള പോലെ ഗെയിമിൽ കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിലൂടെ ഫീൽ ചെയ്യുന്നു. വാട്ടെവർ എന്താണുള്ള കണ്ടറിയണം കോശി ജിൻഡോയ്ക്കും ബാക്കിയുള്ളവർക്കും എന്താ സംഭവിക്കുക എന്നുള്ളത്. കാരണം കഴിഞ്ഞൊരു എപ്പിസോഡ് അല്ലെങ്കിൽ കഴിഞ്ഞൊരു സീസൺ പോലെയല്ല ഇപ്രാവശ്യം അങ്ങനെ ഒരു വിന്നറായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ആൾക്കാർ ബിഗ് ബോസിൻ്റെ പെർസ്പെക്റ്റീവിലില്ല. ഇനി ഉള്ളത്തെ കളികൾ കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ഇപ്പോൾ ഇന്നലെ ജാസ്മിൻ പറഞ്ഞിട്ടു എന്നെ പുറത്താക്കില്ല ലാലേട്ടൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അതിന് ഒരുപാട് പേര് അതായത് ലാലേട്ടൻ എന്നെ പുറത്താക്കില്ല എന്നോ അങ്ങനത്തെ ഒരു സംഗതി പറഞ്ഞില്ലേ. ലാലേട്ടനെ സേഫ് ആക്കുമെന്ന് എനിക്കറിയാം. പല ആൾക്കാർ അതിനെ പറഞ്ഞു കേട്ടു ജാസ്മിൻ അല്ലെങ്കിലും സേഫ് ആക്കും, ലാലേട്ടൻ ബിഗ് ബോസിൻ്റെ കളി ഇതൊക്കെ എനിക്കറിയില്ല. ഒരു 50-50 കൊടുക്കാം, പറയാൻ പറ്റില്ല. ഒരു 40-60% എനിക്ക് തോന്നുന്നു വെച്ചാൽ അതിൻ്റെ ഒരു സംസാര രീതി പോലെ ചിലപ്പോൾ ഒരു പക്ഷേ തോന്നിയതായിരിക്കാം എന്ന് വെച്ച് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തല്ലോ. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. കുറച്ച് വീഡിയോ ലെങ്തി ആയി കുറയ്ക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.